തിരുവനന്തപുരത്ത് കാണാതായ പെൺകുട്ടിയെ പറ്റി അറിഞ്ഞല്ലോ. നമ്മൾ തുടങ്ങിയത് തന്നെ വിശാഖപട്ടണം നമ്മൾ കണ്ടെത്തിയത് മലയാളി സമാജത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീ എൻ പിള്ള മലയാളി അസോസിയേഷന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം മലയാളി സമാജത്തിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം തടസ്സം ചേരുന്നുണ്ട്. ശ്രീ എൻ പിള്ള, ഗുഡ് മോർണിംഗ്. ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു താങ്കളുടെ സമാജത്തിലെ പ്രവർത്തകരുടെ ഒക്കെ പ്രവർത്തനം. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? കുഞ്ഞിപ്പോൾ സന്തോഷവതിയാണോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? എവിടെയാണ് കുട്ടിയുള്ളത്? എന്റെ പേര് എൻ പിള്ള എന്നാണ്. ഞാൻ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ എക്സ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ എയിമ ആന്ധ്രയുടെ പ്രസിഡന്റാണ്. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമയുടെ പ്രസിഡന്റാണ്. ഞങ്ങള് ഇന്ന് ഞങ്ങൾ കുട്ടിയെ കണ്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. പല സമയത്ത് ഞങ്ങൾ കയറി കണ്ടിരുന്നു. ഇപ്പോൾ കുട്ടി ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്, കുഴപ്പമില്ല. ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പം കുട്ടിയുള്ളത്. ഒരു ഗേൾസിന് മാത്രമുള്ള ഒരു ഹോമാണ്. അവിടെയാണ് കുട്ടി സുരക്ഷിതയാണ്. ഇപ്പൊ ഇന്ന് നാട്ടിൽ നിന്നും പോലീസ് ടീം ഒരു 3 മണിക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം. അവർ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരിലേക്ക് കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. ഇപ്പൊ കുട്ടിയുള്ളത് RPFന്റെ സംരക്ഷണയല്ലേ? അല്ല, ചൈൽഡ് വെൽഫെയർ, അതെ, നമ്മുടെ നാട്ടിലൊക്കെ ശിശുക്ഷേമ സമിതി എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഇതിലാണ്. അപ്പൊ മോൾ ഇങ്ങോട്ട് വരണമെന്ന് തന്നെയാണോ പറയുന്നത്? നിങ്ങളോട് സംസാരിച്ചപ്പോ എന്താ മനസ്സിലായത്? അമ്മയ്ക്കും അച്ഛനും അടുത്തേക്ക് വരണമെന്നാണ്? കുട്ടിക്ക് ഞാൻ ഇന്നലെ ഞാനും എന്റെ വൈഫും കൂടെ കുറെ നേരം സംസാരിച്ചു കുട്ടിയോട്. അപ്പൊ കുട്ടി പറയുന്നത് അതിന് ആസാമിലേക്ക് പോകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവിടെ ആരാ ഉള്ളത്? ആസാമിൽ അവരുടെ ബന്ധുക്കളുണ്ടോ? അവര് താത്താന്ന് പറയുന്നു. എന്റെ കണക്കൂട്ടിൽ അത് അപ്പൂപ്പനും അമ്മമ്മയും ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ അവർക്ക് പഠിക്കണമെന്നും പറയുന്നുണ്ട്. കുട്ടിക്ക് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഈ അവിടെ പോയി കേരളത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഒരുപക്ഷെ അവൾ വന്നിട്ട് അധികം നാളായില്ല. ഇതിന്റെ ഒരു അന്തരീക്ഷമായി ചേർന്ന് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള കേരളത്തിലേക്ക് വന്നിട്ട്. ഈ സംസാരിച്ചപ്പോ തോന്നിയിരുന്നു അങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ മർദ്ദനമേറ്റിരുന്നു, അല്ലെങ്കിൽ നിരന്തരം മർദ്ദനമേറ്റിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള ഒരു മർദ്ദനമല്ല അവിടെ നിന്നും എനിക്ക് മനസ്സിലായത്. ഒരു വീട്ടിൽ നിന്ന് ചേട്ടന് കൊച്ചുങ്ങൾ തമ്മിലുള്ള വഴക്കിന് പേരൻസ് കയറി ഇടപെടുന്നു. അതിൽ കൂടുതൽ അമ്മ ഇൻവോൾവ് ആവാറുണ്ട്. അമ്മ അടിക്കാറുണ്ട് ഈ കുട്ടിയെ. അല്ലാതെ മർദ്ദനോ അങ്ങനെ ഒരു ക്രൂര പീഡനമോ ഒന്നും അല്ല. അപ്പൊ നമുക്കൊരു കൗൺസിലിംഗ് കൊടുത്താൽ നല്ല കുട്ടിയാക്കി ഒരു കൗൺസിലിംഗിൽ കൊടുത്താൽ നല്ല കുട്ടി. ആ കുട്ടി നല്ല ബുദ്ധിമതിയാണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. അതിന് നല്ല അറിവുകളുണ്ട്. കുട്ടി ഇപ്പോൾ ചെന്നൈയിൽ വരുന്നു, ചെന്നൈയിൽ നിന്ന് അസാമിലേക്കുള്ള റൂട്ടിൽ പോകുന്നു. അപ്പൊ കുഞ്ഞിനെ അറിയാമായിരുന്നോ ഇങ്ങനെയൊക്കെ പോയാലാണ് അസാമിലേക്ക്? ഞാൻ ചോദിച്ചു അവള്, പക്ഷെ ഒന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ അവള് ബുദ്ധിമതിയാ. അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്ന് അവിടുന്ന് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കയറി അവിടുന്ന് ഈ ട്രെയിനിൽ തന്നെ വരണമെങ്കിൽ കുറച്ചൊക്കെ അറിവ്. അതാ ഞാൻ പറഞ്ഞ കുട്ടി ബുദ്ധിമതിയാണ്, അറിവുണ്ട്. ഈ ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ അപ്പൊ ഈ മണിക്കൂറുകളിലൊന്നും? കുട്ടിയുടെ കയ്യിലെങ്കും പൈസ ഇല്ല. പുറത്തെങ്ങാണ്ട് ഇറങ്ങി ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചു ഒന്നും പറയുന്നില്ലെന്നും പറയുന്നു. അത് തന്നെ 2 രീതിയിൽ ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ളതാണ്, ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ളതാണ് കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. അതെ, കുട്ടിയുടെ ആകെ 40 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. 100 താഴെ രൂപയാണ്. 40 രൂപ ഉണ്ടായിരുന്നു, ചില്ലറ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കണ്ടെത്തിയ സമയത്തുള്ള അവസ്ഥ ഒന്ന് പറയാമോ? ആ സമയത്ത് ഈ കുട്ടിയാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഒന്ന് പറയാമോ? അതെ, ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരു 10 പേരാണ് ഒരു 3-4 ടീമായിട്ട് തിരിഞ്ഞ് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് ഏത് ട്രെയിൻ വന്നാലും വിശാഖപട്ടണത്ത് ഒരു 20 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. കാരണം അതിന്റെ എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ട് പോകണം. അപ്പൊ ഈ സമയം ഞങ്ങൾക്ക് കിട്ടി. എല്ലാ കോച്ചിലും ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങളുടെ ഒരു ടീമിന് ഏറ്റവും മുന്നിൽ നിന്നാണ് ഈ കുട്ടിയെ മേളത്തെ സീറ്റിൽ കിടന്ന ലഗേജ് വെക്കുന്നത്. ഒരു സീറ്റ് ഉണ്ടല്ലോ മേളിൽ, അതിൽ കമന്ന് കിടന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്, കണ്ടത്. അപ്പൊ ആ ഡ്രസ്സിന്റെ മറ്റേ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ട്. ആ ഡ്രസ്സിന്റെ കോഡ് കണ്ടാണ് ഞങ്ങൾ ആ കുട്ടി തന്നെയാണ് തീരുമാനിക്കുന്നത്. അവളെ വിളിച്ചുണർത്തി ഞങ്ങൾ അവിടെ നിന്നുള്ള ആൾക്കാരോട് ചോദിച്ചവൻ പറഞ്ഞ് ഞങ്ങളുടെ കുട്ടിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പുറത്തിരുന്ന ഒരു ടീം അവര് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ CRPF പറഞ്ഞ് അവരെ കുറിച്ച് ഇത് ചെയ്ത് കുറച്ച് ഉറച്ച് സംസാരിച്ചപ്പോ അവര് പറഞ്ഞല്ല ഞങ്ങളുടെ അവർ പിന്മാറി. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടിയെ താഴെ ഇറക്കി CRPFന് കൈമാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശ്രമം കൂടെ അവിടെ ഉണ്ടായിരുന്നു, ആരുടെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ കുട്ടിയെ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ
പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് അറിയാനൊക്കത്തില്ല. പിന്നെ രാത്രിയാവുകയാണ്, ഒറീസ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് പിന്നെ ട്രെയിന്. അപ്പം അന്ന് കിട്ടിയത് ആ കുട്ടിയുടെയും നമ്മുടെ മലയാളികളുടെയും ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടി ഭാഗ്യമാണ്. നിങ്ങൾ അവിടെ എത്തി കൃത്യസമയത്ത് തന്നെ കുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും നന്ദി പറയുകയാണ്, മലയാളികൾ ഒന്നടങ്കം. ഉറപ്പായും. ഒപ്പം തന്നെ നിങ്ങളുടെ സംഘടനയുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? എയിമ എങ്ങനെയാണ്? ആന്ധ്രയിലൊക്കെ വളരെ സജീവമായി എല്ലായിടത്തും ഉണ്ടോ? ഇതുപോലെ രണ്ട് രീതിയിൽ ഞാൻ ആദ്യം പറയട്ടെ, കേരള കലാസമിതി വിശാഖപട്ടണം ഒരു 50 വർഷം പഴക്കമുള്ള ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ എയിമ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, ഞാൻ ഈ രണ്ട് സംഘടനയിലും അംഗമാണ്. ഞാൻ ഈ കേരള കലാസമിതിയുടെ 6 വർഷം പ്രസിഡന്റായിട്ടിരുന്ന ആളാണ്. ഇപ്പം എയിമയുടെ ആന്ധ്രയുടെ പ്രസിഡന്റാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങൾക്ക് പൊതുപ്രവർത്തനം ഞങ്ങളൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടിയും ഇവിടുത്തെ ലോക്കൽസിന് വേണ്ടിയും ചെയ്യാറുണ്ട്. ഞങ്ങൾക്കതൊരു ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഞങ്ങൾ.